السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه. فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ونبينا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. റസൂലുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ നോമ്പുകളും ഈ വിശുദ്ധ റമളാനിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളും അല്ലാഹു പരിപൂർണമായി ഖബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഈ അനുഗ്രഹീതമായ മഹഫറത്ത് വാരി വിതറുന്ന ഈ പുണ്യദിനങ്ങളിൽ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇണകൾ ആരെല്ലാം മരണപ്പെട്ടു പോയവരുണ്ടോ അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ അല്ലാഹു അവർക്ക് എല്ലാവിധ സുരക്ഷിതത്വവും കാവലും ഏർപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു എന്നും അവർക്ക് സുരക്ഷിതത്വം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്നലെ എന്തിനാണ് സുന്നത്ത് നിസ്കാരം, അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ് എന്നും സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ വിത്ർ നിസ്കാരത്തെ കുറിച്ചും 5 വഖ്ത് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ ളുഹ, ളുഹ നിസ്കാരം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഇങ്ങനെ കാണാം: യുസബ്ബിഹുന ബിൽ അശ്യി വൽ ഇശ്റാഖ്. സത്യവിശ്വാസികൾ അവർ രാത്രിയും പ്രഭാതത്തിലും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലും. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് സ്വലാത്തുൽ ഇശ്റാഖ്, ഇവിടെ ഇശ്റാഖിന്റെ സമയം, പ്രഭാത സമയത്ത് അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലും എന്നതുകൊണ്ട് ഉദ്ദേശം സ്വലാത്തുൽ ഇശ്റാഖ് ആണ്. ആ ഇശ്റാഖ് നിസ്കാരം ഏതാണ്? സ്വലാത്തുൽ ളുഹ, ളുഹ നിസ്കാരമാണ്. ഇശ്റാഖ് നിസ്കാരവും ളുഹ നിസ്കാരവും രണ്ടും ഒന്നാണെന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. ചില മഹാന്മാർ പറയുന്നത് രണ്ടും 2 നിസ്കാരമാണ്. ഇതിന്റെ സമയമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്: ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസി സിയാമിൻ ബിസലാസി. എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ കൊണ്ട് എന്നോട് വസിയ്യത്ത് ചെയ്തു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എപ്പോഴും ഹദീസ് കേട്ട് പഠിക്കാൻ വേണ്ടി മദീന പള്ളിയിൽ 24 മണിക്കൂറും കഴിഞ്ഞിരുന്നയാളാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിബിതങ്ങളിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ആള് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതിനുവേണ്ടി അദ്ദേഹം കിടന്ന പട്ടിണിക്ക് കണക്കില്ല, അതിനുവേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗത്തിന് കണക്കില്ല. ഒരുപാട് വിജ്ഞാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരസ്ഥമാക്കി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് വല്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നു, തങ്ങളോട് വലിയ അഭേദ്യമായ ബന്ധമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു: ഔസാനി ഖലീലി ബിസലാസ്, 3 കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. അബൂ ഹുറൈറ
നീ ഒരിക്കലും മുടക്കരുത്. നീ ഈ 3 കാര്യങ്ങൾ നിത്യമാക്കണം. ഏതാണ് ആ 3 കാര്യം? സിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ. എല്ലാ മാസവും 3 ദിവസം നീ നോമ്പ് പിടിക്കണം. ഉദ്ദേശം എന്ന് പറഞ്ഞാല് എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങൾ, വെളുത്ത വാവ് ദിവസം നീ നോമ്പ് അനുഷ്ഠിക്കണം. അത് പറയാൻ കാരണം അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഏതൊരു നന്മയ്ക്കും 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഒരു നന്മ അള്ളാഹുവിന് വേണ്ടി സത്യവിശ്വസിച്ച് ചെയ്താൽ അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു നന്മയല്ല പകരം കൊടുക്കുന്നത് 10 നന്മ. അപ്പോൾ ഒരു മാസത്തിൽ 3 നോമ്പെടുത്താൽ അതിന്റെ അർത്ഥം 30 ആയി. അപ്പൊ ഒരു മാസം മുഴുവനും നോമ്പെടുത്തിന്റെ പ്രതിഫലമാണ്. രണ്ടാമതായി എന്റെ ഖലീൽ എന്നോട് വസിയത്ത് ചെയ്തത് ളുഹായുടെ 2 റക്അത്ത് നിസ്കാരമാണ്. 2 റക്അത്ത് ളുഹ നിസ്കരിക്കണം. നീ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കണം. ഈ വാചകങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ എന്നോട് എന്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തു. മറ്റൊരു ഹദീസ് മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല സുബ്ഹത്തുൽ ളുഹ, ളുഹ നിസ്കാര നബിതങ്ങൾ നിസ്കരിച്ചു. 8 റക്അത്തിൽ 8 റക്അത്ത്. വസല്ലമ മിൻ കുല്ലി റക്അത്തൈനി, എല്ലാ 2 റക്അത്തിലും തങ്ങൾ സലാം വീട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉദ്ദേശം രാവിലത്തെ നിസ്കാരമാണ്, പ്രഭാത സമയത്തുള്ള നിസ്കാരമാണ് എന്ന് നമുക്ക് കാണാം. ഇതാണ് ളുഹ നിസ്കാരം. ഇതിന്റെ പ്രതിഫലം എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ത്വലബത്തു സ്വലാത്തു ളുഹ ഫിൽ ഖുർആൻ. ഞാൻ ളുഹ നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നോക്കി. കാരണം നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മു ഹാനി ആരാണ്? അബൂ ത്വാലിബ് എന്നവരുടെ മകളാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ. അവരുടെ വീട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോകുന്നത് മക്കയിൽ. അപ്പൊ ഒരിക്കൽ അവരുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ടോ ദഖല അലൈഹ ഫദഅ ബിവളൂഇൻ, അവിടെ ചെന്നിട്ട് വുളു എടുക്കാൻ വെള്ളം ചോദിച്ചു നബി തങ്ങൾ. ഫതവല്ലഅ, എന്നിട്ട് അവിടെ നിന്ന് വുളു ചെയ്തു. സുമ്മ സല്ലൽ ളുഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ നിസ്കരിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഉമ്മഹാനി, ഓ ഉമ്മുഹാനി, ഹാദിഹി സ്വലാത്തുൽ ഇശ്റാഖ്, ഇതാണ് ഇശ്റാഖ് നിസ്കാരം എന്ന്. ഇതിന്റെ വെളിച്ചത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ത്വലബത്തു സ്വലാത്തു ളുഹ ഫിൽ ഖുർആൻ, ഖുർആനിൽ ളുഹ നിസ്കാരത്തെ കുറിച്ചുള്ള സൂചന ഉണ്ടോ എന്ന് ഞാൻ നോക്കി. കാരണം എന്താ? ഖുർആനിൽ ഫർദ് നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ ഏത് നിസ്കാരത്തെ കുറിച്ചും പറയുന്നുണ്ട്. സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം പോലെയുള്ള, അല്ലെ, തഹജ്ജുദ് നിസ്കാരം പോലെയുള്ള നിസ്കാരം അമ്പിയാക്കൾക്ക് നിർബന്ധമായ നിസ്കാരമായിരുന്നു. ഏതാണ്? സ്വലാത്തു തഹജ്ജുദ്, പാതിരാത്രി നിസ്കാരം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അവിടെ അല്ലാഹു തആല നബിയെ വിളിച്ചുകൊണ്ട് പറയോ, അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ, ഖുമിൽ ലൈൽ, അങ്ങ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. ഖുമിൽ ലൈല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. ഇല്ലാ ഖലീല, അല്പസമയം ഉറങ്ങിയിട്ട് അങ്ങ് എഴുന്നേറ്റ് നിസ്കരിക്കുക. അങ്ങനെ പല സ്ഥലത്തുമുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹു ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സത്യവിശ്വാസികൾ അവർ പാതിരാത്രി അവരുടെ ഉറക്കത്തിന്റെ എല്ലാ ചടവുകളും ഉറക്കത്തിന്റെ എല്ലാ ക്ഷീണവും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇതൊക്കെ തഹജ്ജുദ് നിസ്കാരം. ഇതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വലാത്തുൽ ളുഹ എന്ന നിസ്കാരം ഖുർആനിലുണ്ടോ എന്ന് ഞാൻ നോക്കി. ഫവജത്തുഹാ ഹൗനാ, അപ്പോൾ ആ നിസ്കാരത്തെ കുറിച്ചുള്ള സൂചന എനിക്ക് കിട്ടിയത് ഈ ആയത്താണ്, യുസബ്ബിഹുന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്. അവിടെ ഇശ്റാഖ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ളുഹ നിസ്കാരവും ഇശ്റാഖ് നിസ്കാരവും ഒന്നാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫി ജമാഅ, ആരെങ്കിലും ജമാഅത്തായി സുബ്ഹി നിസ്കരിച്ചു, സുമ്മ യസ്ബുതു, പിന്നെ അവിടെ പള്ളിയിൽ തന്നെ അവൻ ഇരുന്നു, അവൻ നിസ്കരിച്ച് ആ പള്ളിയിൽ തന്നെ അവൻ ഇരുന്നു, ഹത്താ യുസബ്ബിഹ സബ്ഹത്തുൽ ളുഹ,
2 റക്അത്ത് ളുഹാ നിസ്കരിക്കുന്നത് വരെ ഖുർആൻ ഓതി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കാന ലഹു കഅജ്രി ഹജ്ജ് വ മുഅ്തമിർ, ഒരു ഹജ്ജ് ചെയ്തവന്റെയും ഉംറ ചെയ്തവന്റെയും പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. താമിൽ, പരിപൂർണമായ ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞത്. പരിപൂർണമായൊരു ഹജ്ജ്, പരിപൂർണമായൊരു ഉംറ ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഒരു ദിവസം ഒരു ഹജ്ജ്, ഒരു ദിവസം ഒരു ഉംറ, അല്ലെ? യഥാർത്ഥ ഹജ്ജ് പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ചെയ്യണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എത്ര ലക്ഷം വേണം? ആരോഗ്യം വേണം, പിന്നെ യാത്രാ സൗകര്യങ്ങൾ വേണം. പക്ഷെ പാവപ്പെട്ടവൻ അല്ലാഹു തആല ഓരോ ദിവസവും ഹജ്ജ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. എന്ത് ചെയ്താൽ മതി? പള്ളിയിൽ വന്ന് ജമാഅത്തായി സുബഹിസ്കരിക്കുക, എന്നിട്ട് അവിടെ തന്നെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ദുആയൊക്കെ ചെയ്തിരിക്കുക. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു കുന്തത്തിന്റെ അളവ് ഉയർന്നതിന് ശേഷം ഈ നിസ്കാരം നിർവഹിക്കുക. അതാണ് ഖദറ റുംഹിൻ എന്നാണ് ഹദീസിലുള്ളത്. ളുഹാ നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു കുന്തത്തിന്റെ അളവ്, ഒരു കുന്തം എന്ന് പറഞ്ഞാല് സൂര്യന്റെ 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുന്ന സമയം, നല്ലതുപോലെ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്ന സമയം. അതിന് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് 10 മുതൽ 15 മിനിറ്റ് വരെ. സൂര്യൻ ഉദയത്തിന്റെ സമയം നമുക്കറിയാലോ. ഇപ്പോഴെത്ര മണിയാണ്? 6:45 അല്ലേ? 6:34 പ്ലസ് 15 6:49 6:50 ആകുമ്പോഴേക്കും എന്തായി? ഈ നിസ്കാരത്തിന്റെ സമയമായി. ആ സമയത്ത് അവിടെ ആ സമയം മുതലാണ് ഇതിന്റെ സമയം ആരംഭിക്കുന്നത്. അവസാന സമയം ഉച്ച വരെയുണ്ട്. സൂര്യ മധ്യാഹ്നത്ത് എത്തുന്നത് വരെ സമയമുണ്ട്. ഇതിനിടയിൽ നമ്മൾ നിസ്കരിച്ചാൽ മതി. അങ്ങനെ അപ്പൊ നമ്മൾ പള്ളിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പുറത്തു പോകേണ്ടി വരുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ഇതും കൂടെ നിസ്കരിച്ചിട്ട് ഇറങ്ങിയാൽ എന്താ പ്രതിഫലം ഉള്ളത്? പരിപൂർണമായ ഒരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും പ്രതിഫലം അല്ലാഹു തആല കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്തുമില്ലെങ്കിലും കഴിയുന്ന ദിവസമൊക്കെ ചെയ്യാലോ, അല്ലെ? നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങള് കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. ഇതൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ പ്രതിഫലം നേടാൻ വലിയ സൗകര്യമാണ്. മറ്റൊരു ഹദീസ് മഹാനായ അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖഅദ ഫീ മുസല്ലാഹു ഹീന യൻസരിഫു മിൻ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഒരാൾ അവന്റെ മുസല്ലയിൽ തന്നെ ഇരിക്കുന്നു. ഹത്താ യുസബ്ബിഹ റകഅത്തൈ ദുഹാ. ഇതിവിടെ ഉദ്ദേശം എന്ന് പറയാൻ പള്ളി മാത്രമല്ല, സ്ത്രീകളെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. സ്ത്രീകളും അവർ വീട്ടിലിരുന്ന് നിസ്കരിച്ചിട്ട് അവരെ മുസല്ലയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സമയം വരെ ഇരിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അളവ് ഉയരുന്നത് വരെ ഇരുന്നാൽ അത്രയും സമയം നല്ലതല്ലാതെ അവൻ പറഞ്ഞിട്ടില്ല. എന്നാൽ അവന്റെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെട്ടു കഴിഞ്ഞു. സമുദ്രത്തിലെ നുരയേക്കാൾ അധികമായവന്റെ പാപമുണ്ടെങ്കിലും ആ ഇരുത്തത്തിലൂടെ, ആ 2 റക്അത്ത് നിസ്കാരത്തിലൂടെ അത് മാപ്പാക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും മഹത്വമുള്ള നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഇനി ചില പണ്ഡിതന്മാർ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് നിസ്കാരമാണ്. അഥവാ ഈ സൂര്യൻ ഉദിച്ച് 10-15 മിനിറ്റ് ഒരു കുന്തത്തിന്റെ അളവ് ഉയർന്ന സമയത്തുള്ള നിസ്കാരം ഇശ്റാഖ് നിസ്കാരം, അത് 4 റക്അത്തുണ്ട്. അത് കഴിഞ്ഞ് പകലിന്റെ 4/1 കഴിഞ്ഞുമ്പോൾ വിട്ട് കഴിയുമ്പോഴുള്ള നിസ്കാരമാണ് ഏത്? ളുഹാ നിസ്കാരം. ഒരാൾ അങ്ങനെ നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടും. ളുഹായും ഇശ്റാഖും ഒരേ സമയത്ത് നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടും, അല്ലെ? അപ്പം രാവിലെ സൂര്യൻ ഉദിച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള നിസ്കാരം മാത്രമാണെങ്കിൽ ളുഹായിട്ട് കൂട്ടാം. ഇനി ആ സമയത്ത് നിസ്കരിക്കുന്നുണ്ട്, പകലിന്റെ 4/1 ഭാഗം കഴിഞ്ഞതിന് ശേഷവും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇശ്റാഖുമായി, രണ്ടാമത്തത് ളുഹായുമായി. ഏതായാലും പ്രധാനം ഏതിനാണ്? ളുഹാ നിസ്കാരത്തിനാണ്. ളുഹാ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ കാരണമാകുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ ളുഹാ, ളുഹാ നിസ്കാരം. അപ്പൊ ളുഹാ നിസ്കാരത്തിന്റെ നിയ്യത്താണ് ചെയ്യേണ്ടത്. ഒന്നാക്കി നിസ്കരിക്കുന്നെങ്കിൽ അവിടെ നിയ്യത്ത് ഏതായിരിക്കണം? ളുഹാ നിസ്കാരത്തിന്റെ നിയ്യത്ത്. രണ്ടാണെങ്കിൽ ഒന്ന് ഇശ്റാഖ്, അടുത്തത് ളുഹാ, അങ്ങനെ നിസ്കരിക്കുക.
അപ്പൊ ഇതിന്റെ സമയം നമ്മൾ പറഞ്ഞു മധ്യാഹ്നം വരെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് പകലിന്റെ 1/4 കഴിയുമ്പോൾ നിസ്കരിക്കലാണ് ഇതിൽ ഏറ്റവും പ്രതിഫലാർഹമുള്ളത്. അപ്പൊ നമ്മളവിടെ പറയാം ഒരാള് പള്ളിയിൽ ഇരിക്കുന്ന ഒരാളിന് പകലിന്റെ 1/4 കഴിയുന്നത് വരെ ചിലപ്പോൾ ഇരിക്കാൻ സമയം കിട്ടൂല. അപ്പൊ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ വീട്ടിലായിരിക്കും, അവന്റെ ആ സമയത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എന്നാൽ ഏതിനെ മുന്തിക്കണം എന്നിട്ട് ഇമാമികൾ പറയുന്നത്, അപ്പോൾ അവിടെ ഉത്തമം എന്താണ്? പകലിന്റെ 1/4 കഴിയുന്ന സമയത്തേക്ക് ആ നിസ്കാരത്തെ പിന്തിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ പിന്നെ പള്ളിയിലുള്ള ഇതിന്റെ പ്രതിഫലോ അതിനെന്ത് ചെയ്താൽ മതി? ഇഷറാഖായിട്ട് 4 റക്അത്ത് അവിടെ നിസ്കരിച്ചാൽ മതി. എന്നിട്ട് ളുഹാ 4 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലവും കിട്ടി. ഇഷ്റാഖ് 4, ളുഹാ 4. അപ്പൊ നബി തങ്ങൾ പറഞ്ഞില്ലേ സല്ലാ 8 റക്അത്തിൽ ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹയെ വീട്ടിൽ ചെന്ന് നിസ്കരിച്ചത് നബി തങ്ങൾ 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസെല്ലാം ഇതിന്റെ മകനത്ത് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഈ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തിനെ കുറിച്ചുകൊണ്ട് ഈ സൂറത്തുകൾ ഓതൽ സുന്നത്താണ്. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസും ഓതെല്ലാം സുന്നത്താണ്. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് റക്അത്ത തഹിയ്യത്ത്. തഹിയ്യത്തിന്റെ 2 റക്അത്ത് നിസ്കാരം. തഹിയ്യത്ത് നിസ്കാരം എപ്പോഴാണ്? പള്ളിയിലേക്ക് മസ്ജിദിൽ പള്ളിയിൽ പ്രവേശിക്കുന്ന ഒരാളിന് തഹിയ്യത്ത് നിസ്കാരം സുന്നത്താണ്. എത്ര പ്രാവശ്യം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വന്നാലും അപ്പോഴൊക്കെ ഈ തഹിയ്യത്ത് സുന്നത്താണ്. അപ്പോ മാലം യജ്ലിസ്, ഇരിക്കാത്ത സമയത്തോളം, അഥവാ ഇരുന്ന് കഴിഞ്ഞാൽ തഹിയ്യത്തിന്റെ സ്ഥാനം പോയി, പിന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യണ്ട? തഹിയ്യത്ത് നിസ്കാരമില്ല. ഇരിക്കുന്നതിന് മുമ്പ് തഹിയ്യത്ത് നിസ്കരിക്കണം. ഇദാ ദഖല അഹദുകും അൽ മസ്ജിദ, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ, 2 റക്അത്ത് നിസ്കരിക്കാതെ അവൻ പള്ളിയിൽ ഇരിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ നമുക്ക് ഈ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരാളിന് ഇരുന്നാണ് നിസ്കരിക്കേണ്ടതെങ്കിലോ, നിൽക്കാൻ വയ്യാത്ത ഒരാളിന്, അവർക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാം? തഹിയ്യത്ത് നിസ്കരിക്കാം. അതിന്റെ പേരിൽ തഹിയ്യത്ത് നഷ്ടപ്പെടൂല. പക്ഷെ നിസ്കരിക്കാനുള്ള നിയ്യത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇപ്പൊ സുന്നത്ത് നിസ്കാരത്തില് ഫർള് പോലെ അല്ലല്ലോ. ഫർളിലാണ് നിന്ന് നിസ്കരിക്കൽ ഷർത്തുള്ളത്, അല്ലെ? ഫർളുള്ളത്. സുന്നത്ത് നിസ്കാരത്തില് നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ള ആളിന് എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം. അപ്പോൾ ഒരാള് പള്ളിയിൽ വന്നിട്ട് ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിലും അത് തഹിയ്യത്ത് അവർക്ക് കിട്ടും. പക്ഷെ ഇരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കുക. അതാ കാരണമില്ലാതെ തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കൽ കറാഹത്താണ്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നാൽ തഹിയ്യത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? അഭിവാദ്യം എന്നാണ്. ആർക്കുള്ള അഭിവാദ്യം? അള്ളാഹുവിന്റെ പള്ളിയിൽ വരുമ്പോൾ അള്ളാഹുവിനുള്ള അഭിവാദ്യം, അല്ലെ? നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് എന്ത് കയറിയാൽ അസ്സലാമു അലൈക്കും, അത് അവർക്കുള്ള അഭിവാദ്യം. അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നാൽ അള്ളാഹുവിന് സലാം പറയണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന് സലാം പറയുന്നതിന് പകരമാണ് ഏത്? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം. അത് നമ്മളെ പള്ളിയോട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് കാരണമില്ലാതെ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. എന്താണ് കാരണം? അത് കാരണം ഒന്ന്, ഈ ഖറുബ ഖിയാം മക്തുബത്തിൻ ജുമുഅക്ക് സമയമായി, ഖുത്ബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തഹിയ്യത്ത് നിസ്കരിച്ച് തീരുന്നതിന് മുമ്പേ നിസ്കാരം ആരംഭിക്കും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? അവനോട് തഹിയ്യത്ത് നിസ്കരിക്കണ്ട. എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമാമ് മിമ്പറിൽ കയറി ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്ക് വരുന്ന ഒരാളിന് സുന്നത്ത് നിസ്കാരമായിട്ടുള്ളത് തഹിയ്യത്ത് മാത്രമാണ്. അവിടെ ജുമ്മയ്ക്ക് മുമ്പുള്ള സുന്നത്തും ഇല്ല, ഖളാ വീട്ടലും ഇല്ല, ഒന്നുമില്ല. പിന്നെ പള്ളിയിലാണ് എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യാം? തഹിയ്യത്ത് മാത്രം നിസ്കരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അവന് ഏറ്റവും നിർബന്ധമായ കാര്യം ഏതാണ്? ഖുത്ബ കേൾക്കലാണ്. ഖുത്ബ കേൾക്കുക.
ജുമ്മ നമ്മളൊക്കെ പറഞ്ഞ അല്ലെ, മൂപ്പര് ഇവിടെ വാൾത്തിച്ചിട്ട് എന്താണ് അല്ലെ, ഖുത്ബത്താനി തഖൂമാനി മഖാമ റക്അത്തി മിനൽ ഫർദ്, 2 ഖുത്ബ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്തിലെന്നാണ് എന്ന് പറയാ അർത്ഥം. ഈ ഖുത്ബയും ശ്രദ്ധിച്ച് കേട്ടാലേ ഏത് പൂർത്തിയാവുള്ളൂ, ജുമ്മ പൂർത്തിയാവുള്ളൂ. സങ്കടകരമായൊരു കാര്യം, സാന്ദർഭികമായിട്ട് പറയുന്നതായിട്ട് സങ്കടകരമായ കാര്യമാണ്. പല സഹോദരങ്ങളും ജുമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ അകത്ത് കയറൂല. ഖുത്ബ ഓതുമ്പോ അകത്ത് കയറിയ പിന്നെ ആരും മിക്കവാറും സംസാരിക്കൂല. മിക്കവാറും കൂടുതൽ ആളുകളും പള്ളിയുടെ പുറം പള്ളിയിലായിരിക്കും. അപ്പോഴായിരിക്കും ഗൾഫിൽ നിന്ന് വന്ന ആളിനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ചയായി കണ്ടിട്ട് വിശേഷം തിരക്കും, വാപ്പാടെ കാര്യം ഉമ്മയുടെ കാര്യം. ഏത് പോയി? വെറുതെ വന്ന് വെള്ളം പാഴായത് മിച്ചം. ഏത് കിട്ടിയിട്ടില്ല? ജുമ്മ കിട്ടിയിട്ടില്ല. ഇത് പറയാത്ത ദിവസങ്ങളില്ല, മിക്കവാറും മാസത്തിലൊരിക്കലെങ്കിലൊക്കെ എനിക്ക് പറയേണ്ടി വരും. കാരണം പറയാൻ നമ്മളെ സുഹൃത്തെ സാഹചര്യം അതാ. കാരണം ഞാൻ ഇങ്ങനെ കുത്തുബോധിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ക്ലാസ്സിന് പുറത്തൂടെ കാണും ആരൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിന് വലിയ വേദന ഉണ്ട്. കാരണം അവർക്ക് ജുമ്മ കിട്ടുന്നില്ല. കാരണം നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും പാലിച്ചാലേ നിസ്കാരം ശരിയാകും എന്നതുപോലെ തന്നെ ഖുത്ബയുടെ ജുമ്മയുടെ ഷർത്തും ഫർളും പാലിച്ചാലല്ലേ ജുമ്മ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ എല്ലാ ആഴ്ചയും പറയുന്നത് എന്താണ് അല്ലെ, ആരെങ്കിലും സംസാരിക്കുന്നതിനോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ ആ മിണ്ടരുതെന്ന് പറഞ്ഞവന്റെ നിസ്കാരം എന്താവും, ജുമ്മ എന്താവും, നഷ്ടപ്പെട്ടു പോലെ. അതെ, ഇതാ ഖുൽത ലിസാഹിബിക അൻസിത് ഫഖദ് ലഗവ്, നീ നിന്റെ കൂട്ടുകാരനോട് മിണ്ടാതിരിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താവും, നിസ്കാരം പോയി. അത്രയും ജുമ്മ പോകും. അത്രയും പ്രധാനമാണ് ജുമ്മയുടെ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത് ഇപ്പോഴുള്ള വിഷമം അറിയാവോ, ഈ കേൾക്കുന്നവരാരും അതിൽപ്പെട്ടതല്ല, അങ്ങനെ സംസാരിക്കുന്നവരാരും ഇപ്പൊ കേൾക്കാനുമില്ല. അങ്ങനെയാണ് ഈ വെള്ളിയാഴ്ച ജുമ്മയ്ക്ക് പ്രസംഗിക്കുന്ന ഭൂരിഭാഗം വിഷയങ്ങളും നാട്ടിലെ പലരെ കുറിച്ചും ആയിരിക്കും. പക്ഷെ ഈ പ്രസംഗിക്കുമ്പോ ആര് കേൾക്കൂല? ഈ കേൾക്കേണ്ടവരാരാണോ അവര് കേൾക്കൂല. പിന്നെ കേൾക്കണെല്ലാം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന പാവങ്ങളായിരിക്കും. എന്നതുപോലെയാണ് ഇപ്പൊ ഞാൻ ഈ പറയണത് കേൾക്കുന്നത് സംസാരിക്കാത്ത നിങ്ങളാണ്. സംസാരിക്കുന്ന സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ പറയണത് കേൾക്കുന്നില്ല. കാരണം അവരവസാന ഖുത്ബയുടെ സമയത്ത് വരും, സലാം വീട്ടിൽ ഉടനെ ഇറങ്ങി പോവുകയും ചെയ്യും. അതാ ജുമ്മ സഹിയായില്ല എങ്കിൽ എന്താണ്, 3 ജുമ്മ ഒരാൾ കാരണം കൂടാതെ ഉപേക്ഷിച്ചാൽ അല്ലാഹു തആല ഖതമല്ലാഹു അലാ ഖൽബിഹി, അല്ലാഹ് അവന്റെ ഹൃദയത്തിൽ സീല് വെക്കും. എന്ത് സീലാണെന്നറിയോ? ഒരു നന്മയും കടക്കാത്ത സീല്. സീൽ വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പറ്റൂലെന്നല്ലേ എന്റെ അർത്ഥം, അല്ലെ? പിന്നെ എന്റെ വേണ്ടപ്പെട്ട ആളിനെ എന്തേ പറ്റുള്ളൂ, പിന്നെ ഒന്നും അതിനകത്തോട്ട് കടക്കൂല. അതിനല്ലേ സീൽ വെക്കാന്ന് പറഞ്ഞത്, അല്ലെ? ചില പ്രൊഡക്റ്റിലൊക്കെ സീൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, ആ സാധനം പിന്നെ എടുക്കൂല, കമ്പനി എടുക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് ഒന്നും കടക്കൂല. 3 ജുമ്മ ഒരാള് കാരണമില്ലാതെ ഉപേക്ഷിച്ചാൽ അതിന്റെ അർത്ഥം വളരെ അപകടമാണ്. പിന്നെ എവിടെ എന്ത് നന്മ കേട്ടാലും അവന് സ്വീകരിക്കാൻ പറ്റൂല, അവൻ നെഗറ്റീവ് അടിക്കും. എവിടെ ഏത് നന്മ കേട്ടാലും ഇവരിതൊക്കെ തന്നെ ജോലി, ഇവർക്ക് വേറെ കാര്യമൊന്നുമില്ലാതെ പറയണതാണ് എന്നറിയാം. ഏത് കേട്ടാലും അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റൂല, അവർ അതിനെ നല്ലതായിട്ട് എടുക്കൂല, അതിനവർ മോശമായിട്ട് എന്ത് ചെയ്യും, കരുതും. കാരണം അറിയാം, ഹൃദയം സീല് വെച്ച് പോയി. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ 3 ജുമ്മയ്ക്ക് ഒരാൾ വന്നു, പക്ഷേ ഈ 3 ജുമ്മയും സഹിയായില്ല. ഏതുപോലെ തന്നെ 3 ജുമ്മയ്ക്ക് ഒരാൾ വന്നു, ഈ 3 ജുമ്മയും സംസാരവും ബഹളവും ആയി 2 റക്അത്ത് കുനിഞ്ഞു നിന്നിട്ടങ്ങ് പോയി. ഇത് 3 ജുമ്മയും സഹിയായില്ലെങ്കിൽ ഏതിന്റെ വിധി പോലെ തന്നെ ഇതിൽ പങ്കെടുക്കാത്തത് പോലെ തന്നെയാണ്. അല്ലാഹു അക്ബർ. ഞാനത് സന്ദർഭമായിട്ട് പറഞ്ഞ. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഖുത്ബ ചൊല്ലിക്കൊണ്ടിരിക്കെ, ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ ഇമാമ് പള്ളിയിലേക്ക് വിടുന്ന ഒരാള് പള്ളിയുടെ ഉള്ള അദബിന്റെ പേരിൽ തഹിയ്യത്തിന്റെ 2 റക്അത്ത് നിസ്കാരം അവർക്ക് അനുവദനീയമാണ്. അതൊഴിച്ചാൽ പിന്നെ അവനൊന്നും അവിടെ ചെയ്ത് അവന് നിർബന്ധമായ കാര്യം ഏതാണ്? ഖുത്ബ കേൾക്കുക എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ. അപ്പോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഖുത്ബ നടക്കുന്നു, ഇവൻ തഹിയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് നിന്നാൽ എന്താവും? ജുമ്മയിൽ ഒരുമിച്ച് കൂടാൻ പറ്റൂല. അല്ലെങ്കിൽ ഫളീലത്തി തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ എന്ത് ചെയ്യാം? ഈ നിസ്കാരത്തെ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ അവിടെ വേറെ നിസ്കാരത്തിന്റെ സമയമായി. അതിപ്പോ നമ്മൾ അസറിന്റെ നിസ്കാരത്തിൽ ഒരാൾ വന്നു, ബാങ്ക് വിളിച്ചതിന് ശേഷം വന്നു. അവിടെ അവർക്ക് അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണമല്ലോ. അപ്പൊ അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ മതി. അവർക്ക് ഏതിന്റെ പ്രതിഫലം കൂടെ കിട്ടും? തഹിയ്യത്തിന്റെ പ്രതിഫലം കിട്ടും.
ഇനി ഒരാൾ വന്നപ്പോൾ ഫർദ് നിസ്കാരം നടക്കുകയാണ്, അവർക്ക് എന്ത് ചെയ്താൽ മതി? ആ ഫർദ് നിസ്കരിച്ചാൽ മതി, പിന്നെ തഹിയ്യത്ത് അവിടെ ഇല്ല. അപ്പോൾ സുന്നത്തായ നിസ്കാരമോ ഫർദായ നിസ്കാരമോ ഇല്ലാത്ത സമയത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോഴാണ് ഈ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ സ്ഥാനമുള്ളത്. ഇനി ഒരാള് തഹിയ്യത്ത് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, അതിന്റെ പ്രതിഫലം അവന് കിട്ടും, അത് പ്രതിഫലം കൂടുതൽ കിട്ടും. പക്ഷേ വേറൊരു സുന്നത്ത് നിസ്കാരമോ ഫർദ് നിസ്കാരമോ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അവന് തഹിയ്യത്തും കൂടി ലഭിക്കുന്നതാണ്. ഇല്ല, കിട്ടൂല. അതാ പറഞ്ഞത്, ഇരിക്കാതെ അത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഇരിക്കാതെ ആയിരിക്കണം നിസ്കരിക്കുക. ഇനി നിസ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കാം, അത് ഞാൻ ആദ്യം പറഞ്ഞു. ഒരാളിന് നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് നിസ്കരിക്കണം നീയത്ത് ഒരാൾ എന്ത് ചെയ്യാം? നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കാം. പക്ഷെ നിസ്കരിക്കാനുള്ള ഉദ്ദേശമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ തഹിയ്യത്തിന്റെ സ്ഥാനം ഇല്ല. ഇനി ഒരാളിന് എന്തെങ്കിലും കാരണത്താൽ പള്ളിയിലേക്ക് കയറി വന്ന് പെട്ടെന്ന് തഹിയ്യത്ത് നിസ്കരിക്കാൻ സമയമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി കയറി വന്നു, പെട്ടെന്ന് അപ്പം നിസ്കരിക്കാനുള്ള സമയമില്ല. എന്നാൽ അവൻ അതിന് പകരം എന്ത് ചെയ്യണം? വയുസന്നു ലിമൻ ലം യതമക്കൻ മിൻഹാ, കഴിയാത്ത ഒരാള് അൻ യഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 4 പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? ഇതിപ്പോ ഒരാൾ വന്ന് കയറുമ്പോൾ അവന് ഒന്നുമില്ല, പള്ളിയിൽ ഒരു ആവശ്യത്തിന് വന്ന് കയറിയതാ, ആ സമയത്തിന് ഒന്നുമില്ല, അല്ലെങ്കിൽ വേറെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ, എങ്കിൽ ഈ തഹിയ്യത്തിന് പകരം എന്ത് ചെയ്താൽ മതി? 4 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലുക. ഇനി ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. ഇസ്തിഖാറ നിസ്കാരം, ഖൈറിനെ തേടിയുള്ള നിസ്കാരം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.